എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ കാണാം എന്ന കവിവചനത്തെ ഓർമ്മിപ്പിക്കുകയാണ് കേരളക്കര. ശിശിരത്തിനും വേനലുമിടയിലെ ഈ ഗ്രീഷ്മം നിറപ്പകട്ടാകുന്നത് ഉത്സവാവേശം പകരുകയാണ്. വേനൽ താപവും തിരഞ്ഞെടുപ്പ് ചൂടും ഉയരുമ്പോൾ മുൻ വർഷത്തെക്കാളേറെ പ്രകൃതി മനോഹരിയാകുന്നത് മനസ്സിനെ കുളിരണിയിപ്പിക്കുക തന്നെയാണ്. നഗരപാതയോരങ്ങൾ കൊന്നയും കർണികാരവും വാകയും കൊണ്ട് നിറസമൃദ്ധമാകുമ്പോൾ മുൾപടർപ്പുകളിൽ വരെ നിറപുഷ്പങ്ങൾ വർണ്ണം വിതറുകയാണ്. ഗ്രാമീണ വഴികൾ പൂവിതളുകളാൽ സ്വയം അലങ്കൃതമാകുന്നതും കാണാം. വരാനുള്ള സമൃദ്ധിയും നല്ല മഴക്കാലത്തിന്റെ മുന്നോടിയുമാണ് ഈ മാറ്റമെന്ന് പഴമക്കാർ പറയുന്നു. ഈ വർഷത്തെ വിഷുവിനെ എല്ലായിടത്തും കണിക്കൊന്ന നല്ലതുപോലെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണിക്കൊന്ന മാത്രമല്ല മറ്റു പൂക്കളും ധാരാളമായി പൂത്തു കാണുന്നുണ്ട്. അത് ഇപ്പോൾ യാദൃശ്ചികമായി കിട്ടിയ വേനൽ മഴയുടെ സമൃദ്ധി മൂലമായിരിക്കാമെന്ന് തോന്നുന്നു. ഇതൊരു നല്ലൊരു തുടക്കമാണെന്ന് തോന്നുന്നു വസന്തത്തിന്റെ ഈ പൂക്കാലം. ഇതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് വേനൽ മഴ നമുക്ക് ഇതിനിടയ്ക്ക് കിട്ടിയതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലെ വേനൽ മഴ കിട്ടിയ സമയത്ത് വളരെ സമൃദ്ധമായിട്ട് പൂക്കളും ഫലങ്ങളും കാണുകയുണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്കൊരു നല്ലൊരു കാലവർഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അതായത് നമുക്ക് പുഷ്പങ്ങൾ കൊണ്ട് കേരളത്തെ മൊത്തം ഇങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് തന്നെ അതിന്റെ സൂചനയാണ്. വിഷുവിന് വീടുകളിൽ കണിയൊരുക്കാനൊരുങ്ങുന്ന മലയാളികൾക്ക് ഇക്കുറി പ്രകൃതി തന്നെ കമനീയമായ കാഴ്ചക്കണി നൽകുകയാണെന്ന് കരുതാം. പ്രകൃതിയെ താലോലിക്കുന്നവർക്ക്, ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഈ പൂക്കാലം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നാളെ കൊഴിയുമെങ്കിലും നമ്മെ കാണുന്നവരുടെ കൺകുളിർക്കട്ടെ എന്ന് ഇവ ചിന്തിക്കുന്നുണ്ടാവാം. ദൂരദർശന് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ചന്തു എസ് നായർ.